ഹലോ, എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ചൈനയിലെ ഓശാന ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചൈനയിൽ മതമില്ലല്ലോ, മതാചാരങ്ങൾക്കൊക്കെ വിലക്കായിരിക്കുമല്ലോ എന്ന്. എന്നാൽ ഒരിക്കലുമല്ല. എല്ലാ മതത്തിൻ്റെ ആചാരങ്ങളും അതനുസരിച്ച് തന്നെ ഇവിടെ നടക്കാറുണ്ട്. അങ്ങനെ ഞാനും പള്ളിയിലെത്തി കുരുത്തോലയൊക്കെ മേടിച്ചു. ഇതാ ഇവിടെ ഒരു QR കോഡ് നിങ്ങൾക്ക് കാണാം. സ്വസ്ത്രക്കാഴ്ചയൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ പൈസയൊന്നും ആരുടെ കയ്യിൽ വയ്ക്കാറില്ലല്ലോ. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് സ്വസ്ത്രക്കാഴ്ചയൊക്കെ ഇട്ടാൽ മതി. നമ്മുടെ പള്ളികളിലൊക്കെ കുരുത്തോല വെഞ്ചരിക്കാറ് പള്ളിയുടെ പുറത്ത് വെച്ചായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇവിടെയും കുരുത്തോല വെഞ്ചരിച്ചതും പ്രാർത്ഥനകളൊക്കെ നടന്നതും പള്ളിയുടെ പുറത്ത് ഇതുപോലെ തന്നെയാണ്. പള്ളിയുടെ പുറത്തുള്ള ഒരു സ്ഥലമാണിത്. കുരുത്തോല മാത്രം ഇത്തിരി വ്യത്യാസമുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓല എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓല വെഞ്ചരിച്ചതിന് ശേഷം കുരുത്തോലയുമായി എല്ലാവരും പ്രദക്ഷിണമായിട്ട് പള്ളിയുടെ ഉള്ളിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പള്ളിയുടെ ഉള്ളിലെത്തി പ്രാർത്ഥനകളെല്ലാം നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അൾത്താര ബാലികമാരായിട്ടുള്ള ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് സ്വസ്ത്രക്കാഴ്ച എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പള്ളിയിൽ. ഇതൊരു ചെറിയ പള്ളിയാണ്. ഇതുകൂടാതെ ചൈനയിൽ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ ഒരുപാട് വലിപ്പമുള്ളതുകൊണ്ട് ഇവിടെ ചൈനീസ് കുർബാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പല പള്ളികളിലും ഇംഗ്ലീഷ് കുർബാനയുമുണ്ട്. ഇത് കുർബാന സ്വീകരണമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും ആൾക്കാരുണ്ട് കുർബാന സ്വീകരണത്തിനൊക്കെ. അങ്ങനെ കുർബാന ഏകദേശം കഴിയാനായി. 1.5-2 മണിക്കൂറോളം ഉണ്ടായിരുന്നേ. ഞാനും വേറെ 2 പേര് മാത്രമേ ഫോറിനർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്ത് ഇംഗ്ലീഷ് കുർബാന അങ്ങനെ നടക്കാറില്ലാത്തത്. ഇവിടെ ഫോറിനേഴ്സ് അധികം ആൾക്കാരൊന്നും ഇല്ല. എന്നാൽ ഫോറിനേഴ്സ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇംഗ്ലീഷ് കുർബാനകളൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയത്തുണ്ടാവില്ല ചൈനയിൽ ഇതുപോലെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ചൈനയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.